സാഹിബ്, ടി ഇസ്മായിൽ സാഹിബ്, നിഅമത്തുള്ള കോട്ടക്കൽ, റഷീദ് വെങ്ങളം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹൗലത്ത്, പി അസീസ് സാഹിബ്, MA അബ്ദുള്ള സാഹിബ്, റിയാസ്, AP റസാഖ്, UV മാധവൻ, PP കോയ സാഹിബ്, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സമ്മേളിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ കർമ്മോത്സുകരും കർമ്മനിരതരുമായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന പരിപാടിയോടുകൂടി ഒരു മാസം, ലീഗ് മാസമായി വിവിധ പരിപാടികളോടുകൂടി ഈ സംഘടനയുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ആരെങ്കിലും അവരുടെ നിറമുള്ള മണ്ണ് ആണ് ഈ പ്രദേശം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇനി മുതൽ പച്ചമണ്ണാക്കും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാക ഉയർത്തിപ്പിടിക്കാൻ സന്നദ്ധരായ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്താൻ അനുവദിക്കാതിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്നും മുസ്ലിം ലീഗ് വളർന്നു. ഇന്ന് മുസ്ലിം ലീഗിന്റെ പതാക നിങ്ങൾക്ക് ഇന്ദ്രപ്രസ്ഥത്തിലെ ചെങ്കോട്ടയ്ക്ക് മുന്നിലും പാറിപ്പറക്കുന്ന സാഹചര്യം മുസ്ലിം ലീഗ് കരഗസ്ഥമാക്കി എന്ന് ബോധ്യമാകും. മുസ്ലിം ലീഗ് ഇല്ലാത്ത പാർലമെന്റ് സ്വപ്നം കണ്ട ശ്രീ പിണറായി വിജയന്റെ പാർട്ടിക്ക് അവരുടെ പാർട്ടി അംഗങ്ങൾ പാർലമെന്റിൽ നിന്നും ബംഗാളിലേക്കും കേരളത്തിലേക്കും കിടക്കമടക്കി കക്ഷത്ത് വച്ച് തിരിച്ചു പോരുമ്പോൾ അവിടേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളാൻ അർഹതയില്ലാത്തവരാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് അവഹേളിച്ച ഈ പ്രസ്ഥാനത്തിന്റെ സാരഥി അഹമ്മദ് സാഹിബ് ദേശീയ രാഷ്ട്രീയത്തിലും മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൈയാളാനുള്ള അർഹതയുണ്ട് എന്ന് മൻമോഹൻ സിംഗിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റോടുകൂടി കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകാൻ സാധിച്ച കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രദേശത്തോ വെള്ളരിക്ക പട്ടണമാക്കി മാറ്റാൻ മുസ്ലിം ലീഗ് അനുവദിക്കുകയില്ല എന്നുള്ളതിന്റെ ഉജ്ജ്വലമായ സൂചനയായി കൂടി ഞാൻ ഈ സമ്മേളനത്തെ കാണുകയാണ്. നമുക്ക് ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കാനല്ല, ആരുടെയെങ്കിലും എന്തെങ്കിലും അപഹരിക്കാനല്ല, പക്ഷേ നമുക്ക് അവകാശപ്പെട്ട ഒരു തലനാരിഴ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന മുസ്ലിം ലീഗിന്റെ പഴയകാല നേതാക്കന്മാരുടെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട്
ഈ രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക പീഡിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എക്കാലത്തും വാനിൽ ഉയർത്തിപ്പിടിക്കാൻ അന്തസ്സുള്ളൊരു പതാക മുസ്ലിം ലീഗിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് നാം ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ശക്തിയായി മുസ്ലിം ലീഗ് മാറി. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അവഹേളിക്കാൻ, അതുവഴി പ്രസ്ഥാനത്തെ ക്ഷയിപ്പിക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ പരിശ്രമങ്ങൾ നടത്തുന്തോറും മുസ്ലിം ലീഗിന്റെ അംഗസംഖ്യ കൂടുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ നെഞ്ചത്ത് മുസ്ലിം ലീഗിനെതിരെ അപവാദത്തിന്റെ കുന്തമുന കുത്തിയിറക്കിയപ്പോൾ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത 20 അംഗങ്ങളെയും കൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു റബ്ബർ പന്താണ്. ഇതിനെ നിങ്ങൾ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കരുത്. അടിച്ചു താഴ്ത്താൻ ശ്രമിച്ചാൽ അതിന്റെ 1 ഇരട്ടിയല്ല 2 ഇരട്ടിയല്ല അതിലും ശക്തമായി ഉയർന്നു പോകാനുള്ള ഒരു സവിശേഷ സ്വഭാവം മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഈ സംഘടനയെ കഴിയുന്നത്ര പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രകോപിപ്പിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഈ സംഘടനയുടെ ജന്മസിദ്ധമായ സ്വഭാവം എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ സംഘടന വേണോ വേണ്ടയോ എന്നുള്ള വലിയൊരു ചർച്ച ഇന്ത്യ വിഭജനത്തിന് ശേഷമുണ്ടായി. അന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രസ്ഥാനത്തെ പിരിച്ചുവിട്ടേക്കൂ എന്ന് പലരും പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പതാക